ഹലോ, നമ്മുടെ ഇന്നത്തെ താരം ഈ ഒരു നാനോ ടാപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സിമ്പിളായിട്ടൊരു കുഞ്ഞു ബുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് കാണുന്ന പോലെ സംഭവം ഈസിയൊന്നുമല്ല. നാനോ ടാപ്പ് വല്ലാണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ സംഭവം ചെയ്തെടുത്തതാണ് ഫൈനലി. സത്യം പറഞ്ഞാൽ ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ നല്ല റിസ്ക് ആയിട്ട് തോന്നിയിട്ട് പകുതിക്കിടാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മനസ്സിൽ വിചാരിച്ചു ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ ബാക്കി കാര്യമെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ നാനോ ടാപ്പ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഐസ് ക്യൂബ് ഒക്കെ പോലെ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഒരു ഐറ്റമാണ് സ്ലൈം. ഇതാണ് കേട്ടോ നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റം. അപ്പോൾ ഇതാണ് നമ്മളിനി നാനോ ടാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഐസ് ക്യൂബ് പോലെ ഉണ്ടാക്കിയെടുത്ത സാധനമില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നാനോ ടേപ്പ് വെച്ചിട്ടൊന്ന് വീണ്ടും ഒട്ടിച്ചു കൊടുക്കുക ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട്. ഈ ഒരു സംഭവം ഈ ഒരു അവസ്ഥയിലേക്കായി മാറിയപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രസ് ചെയ്യണോ വേണ്ടയോ എന്ന് മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രസ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം നമ്മുടെ സ്ലൈം മൊത്തമായിട്ട് പുറത്തേക്ക് വരും. പക്ഷേ ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബുക്കാണ്, അല്ലാതെ വേറെ ഉപകാരമൊന്നും ഇല്ല, നമുക്ക് എഴുതാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞാൻ കുറച്ച് A4 ഷീറ്റ് ഇങ്ങനെ ചെറിയ നോട്ട്ബുക്ക് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നാനോ ടാപ്പിൻ്റെ മുകളിലുള്ള സ്റ്റിക്കർ ഒന്ന് പറിച്ചു കൊടുത്തിട്ട് ഉള്ളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് പറിച്ചു കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു മിനി നോട്ട്ബുക്കിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വീണ്ടും നാനോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാലേ നമ്മുടെ ഫൈനൽ ലുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മുടെ സ്ലൈമും നാനോ ടാപ്പും വെച്ചിട്ടുള്ള മിനിയേച്ചർ നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വലിയ യൂസ് ഒന്നും ഇല്ല ഇതിനെ കൊണ്ട്, എന്നാലും ഷോക്കേസിലൊക്കെ വെച്ചിട്ട് ഷോ ഇറക്കാം അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.